ലക്ഷ്യത്തോടെയാണ്. നാളെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അതിന് മുൻപേ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുക. ഇരിക്കുന്നത് എൻ്റെ അമ്മ രാജമ്മ. അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്നത് വഞ്ചൂരിലുള്ള ബേബി കുഞ്ഞമ്മയാണ്. അതിൻ്റെ ബാക്കിലിരിക്കുന്ന ഡോക്ടർ ജയചന്ദ്രൻ. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ബാംഗ്ലൂരിലുള്ള എൻ്റെ മാമൻ്റെ മകൻ സജീവണ്ണനാണ്. പിന്നെ അടുത്തത് എൻ്റെ സഹോദരൻ ന്യൂസിലാൻഡിലാണ്, രാജീവ് എന്നാണ് പേര്. അതിൻ്റെ വൈഫാണ് ചിഞ്ചു. പിന്നെ 2 മക്കൾ. പിന്നെ എൻ്റെ മോളുടെ ഫ്രണ്ടാണ് ഡോക്ടർ അഞ്ചിമ. ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്നത് മാത്യു ചേട്ടനും ശിവൻകുട്ടി ചേട്ടനും പ്രാണച്ചേട്ടനുമാണ്. ചേച്ചിയുടെ മകള് നമ്മൾ ചിക്കുന്ന് വിളിക്കും. ചിക്കു ചേച്ചി. കൊച്ചച്ഛൻ്റെ മോനാണ് വിനോദ്. പിന്നെ അത് ശ്രീജിത്തിന്റെ വൈഫാണ്. പിന്നെ വിനോദിന്റെ വൈഫാണ് എൻ്റെ ബാക്ക്. അവരുടെ മക്കളാണ് ഓരോരുത്തർ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. കുടുംബ സംഗമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നാളെ ആണ് നമ്മുടെ കുട്ടികളുടെ എൻഗേജ്മെന്റ്. ആദ്യമായി ഞാൻ നമ്മുടെ കുട്ടികളെ തന്നെ പരിചയപ്പെടുത്താം. ഡോക്ടർ അബിൻ, എറണാകുളത്ത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ PG റേഡിയോ ഡയഗ്നോസിസ് പഠിച്ച 2nd ഇയർ ആയിട്ട് പഠിക്കുകയാണ്. അതേപോലെ മോള് ഡോക്ടർ പിനി, അമ്മു എന്ന് ഓമന പേര് വിളിക്കുന്ന പിനി, എറണാകുളത്ത് MDSന് എൻഡോഡോണ്ടിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക, 1ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പാരൻസ് ഇവിടെ സംസാരിച്ചു. രാധ മാഡം, പിന്നെ അജിത് കുമാർ. അപ്പം ഇനി ഞങ്ങളുടെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഡോക്ടർ രാജനാണിത്, എൻ്റെ ബ്രദറ് അബിൻ്റെ ഫാദർ ഡോക്ടർ രാജൻ. ഇത് ബിന്ദു മാനന്തേരി. ഇവര് കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിസസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഡോക്ടർ രാജൻ്റെ സിസ്റ്ററാണ് ഞാൻ. എൻ്റെ പേര് ഉഷ KK. ഞാനവിടെ കോഴിക്കോട് ജില്ലയിൽ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചറാണ്. പിന്നെ പരിചയപ്പെടുത്തുന്നത് അബിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, രാഘവ മാസ്റ്റർ എന്നാണ് പേര്. ബിന്ദു ടീച്ചറുടെ സ്കൂളിൽ തന്നെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ആളാണ്. രണ്ടുപേരും 20 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ വർക്ക് ചെയ്തതായിരുന്നു. അവസാനം ഇവരും അഡ്മിസസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യണം. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അശ്വിൻ, ഡോക്ടർ അശ്വിൻ മൂത്ത മകനാണ്. ഡോക്ടർ രാജന്റെ മൂത്ത മകനാണ്. ബാംഗ്ലൂരിൽ അസ്ട്രോളജി വിഭാഗത്തിൽ നാരായണ ഹൃദയാലയ എന്ന കോളേജിൽ ഫൈനൽ ഇയർ ആയിട്ട് ഇപ്പോൾ ചെയ്യാണ്. അതേപോലെ വൈഫ് ഡോക്ടർ അൻകിത പൈ, പാത്തോളജി PG കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ തന്നെ കോളേജിൽ വർക്ക് ചെയ്യാണ്. അവർക്കൊരു കൊച്ചുമോളുണ്ട്, നക്ഷത്ര എന്ന കൊച്ചുമോളുണ്ട്. ഇത്രയാണ് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി. എൻ്റെ മൂത്ത ബ്രദർ ഡോക്ടർ KK മോഹൻ, ഞങ്ങളെ നാട്ടിൽ ബാലുശ്ശേരി KK ഹോസ്പിറ്റലിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. അവരുടെ വൈഫ് ഡോക്ടർ ഗീത K മോഹൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാണ്. അതേപോലെ അവരുടെ മകൻ ഡോക്ടർ അരുൺ അവിടെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മലബാർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ മെഡിസിൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ബിന്ദു ടീച്ചറുടെ ബ്രദർ ഡോക്ടർ സജിൻ മാഞ്ചേരി ബാലുശ്ശേരി തന്നെ VK ക്ലിനിക് കണ്ടക്ട് ചെയ്യാണ്. അതേപോലെ വൈഫും അവിടെ തന്നെ ഡോക്ടർ ശ്രീജ അവിടെ തന്നെ വർക്ക് ചെയ്യാണ്. മകള് ദിയ
9th സ്റ്റാൻഡേർഡ് അല്ലേ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മകൻ എത്തിയിട്ടില്ല. അവൻ മംഗലാപുരത്ത് ഞാനപ്പ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്. ജിന്ദു ടീച്ചർ തന്നെ ഒന്ന് പരിചയം. കൂടെ ഉള്ളത് അമ്മാവന്മാരുണ്ട്. 2 അമ്മാവന്മാരുള്ളത്. ഒന്ന് രാധാകൃഷ്ണ മാമൻ, മറ്റൊന്ന് ഹരിദാസ് മാമൻ. രണ്ടാളൊന്ന് കൈകൊണ്ട് പൊക്കിയാലല്ലേ. അവരുടെ അമ്മായിമാര് ഗീത, മിനി. അച്ഛൻ്റെ പെങ്ങളാണ് ചാനകി ഇളയമ്മ. അതേപോലെ അമ്മയുടെ അനിയത്തി ഇന്ദിര. ഇളയച്ചനാണ് രാമൻ. ബാങ്ക് മാനേജറായിരുന്നു. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ അച്ഛനും അമ്മയാണ് സന്തോഷ് പൈ, രേഖ പൈ. കണ്ണൂരാണ് വീട്. ഇപ്പം ബാംഗ്ലൂർ ഇവരെ കൂടെ നടക്കുകയാണ്. എൻ്റെ മകൻ സദാനന്ദ മാഷ് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അവരെ പെങ്ങളും കാർത്തിയാനി ടീച്ചർ, ഭാര്യ എല്ലാവരും ടീച്ചർമാരാണ്. 3 പേരും ടീച്ചർമാരായിട്ട് റിട്ടയർ ചെയ്തവരാണ്. ഇതൊക്കെയാണ് അവിടെ നിന്ന് വന്നത്. റിവേട്ടിന് വിട്ടു ചെയ്ത ഈ പറഞ്ഞ ആൾ റിവേട്ടിന് വിട്ടുകഴിഞ്ഞില്ല. റിവേട്ടൻ കോഴിക്കോട് താമസിക്കുകയാണ്. പിന്നെ IOB ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഒരുപാട് കൊല്ലം തിരുവനന്തപുരത്ത് 25ഓളം കൊല്ലം തിരുവനന്തപുരത്ത് ജീവിച്ച ആളാണ്. പിന്നെ റിവേട്ടിൻ്റെ ഫാദർ ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇവിടെ ഒരു IAS ഓഫീസറായിരുന്നു. ഇപ്പോൾ ജീവിച്ചിട്ടില്ല. അവർ 10 ഈ ഫംഗ്ഷനിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മയക്കില്ല, അത്ര ഉള്ളു. മയക്ക് ബാക്ക് എന്താ പറയുന്നത്. ഒന്ന് അബിയുടെ വലിയച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു സെക്കൻഡ് എന്തായിരുന്നു ഡിസംബർ 11. അതിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. സെക്കൻഡ് രാധയുടെ ബ്രദറിൻ്റെ വെഡിങ് ആനിവേഴ്സറി, 15th വെഡിങ് ആനിവേഴ്സറി ആണ്. 2 കാര്യങ്ങളുണ്ട്. ഡിസംബറിലാണ് ജന്മദിനം കഴിഞ്ഞതാണ്. 79 വയസ്സ് പൂർത്തിയാക്കി നമ്മോടൊപ്പം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കഴിയാണ്. ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. സർപ്രൈസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അച്ഛൻ ഇരിക്കുന്നിടത്ത് സർപ്രൈസ് ആയിട്ടാണ്. പങ്കാണ്. ഇന്നത്തെ 8ാമത്തെ ഫംഗ്ഷനായ വെഡിങ് ആനിവേഴ്സറി രാജയുടെ ബ്രദറും എൻ്റെ അളിയനായ രാജീവ്